ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ കീയുമായി ബന്ധപ്പെട്ടാണ്. കൊല്ലം, കണ്ണൂർ ജില്ലകളിലായി നടന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 109/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിഷേധിച്ച രാജ്യം ഏത്? ഓപ്ഷൻ ബി മാലിദ്വീപാണ്. രണ്ടാമത്തത്, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഓപ്ഷൻ ഡി VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് എഴുതുക. നാറ്റോ ബ്രസൽസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു, അത് കണക്റ്റഡ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ BT ഭട്ടതിരിപ്പാട്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഓപ്ഷൻ എ 1 മാത്രം. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? അത് SRT ഓറിയന്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി ആന്റോണി ഗേറ്റ്. പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ സി ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടാണ് കടന്നു പോകുന്നത്? ഗ്രീൻവിച്ചിൽ കൂടിയിട്ടാണ് പ്രൈം മെറിഡിയൻ. അടുത്തത്, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഒഡീഷ. അത് ഓൾറെഡി PYQ ആണ്. എൽ നിനോ എന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെ പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. അതും PYQ ആണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് എന്ത്? ഓപ്ഷൻ ബി ലു. വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? റോഡ് ടണൽ തൃശ്ശൂരിലാണ്. 91-ലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഓപ്ഷൻ സി വിദേശ കറൻസിക്കെതിരെ ഉള്ള രൂപയുടെ മൂല്യച്യുതി. കഴിഞ്ഞ 91-ലെ പോയിന്റ്സ് ഉണ്ടായിരുന്നല്ലോ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്. ആ ഒരു ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഇനിയുള്ളവരും പഠിക്കണം. കുറെ അധികം ചോദ്യങ്ങൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് കണക്റ്റഡ് ആയിട്ട് എക്കണോമിക്സിനകത്ത് വന്നിട്ടുണ്ട്. 91-ലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം. ഇതും അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. സാമ്പത്തിക പരിഷ്കരണ അനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുത. ആ മുമ്പേ പറഞ്ഞ ചാപ്റ്ററിന്റെ കണക്റ്റഡ് ആയിട്ട് തന്നെ വരുന്നതാണ് ഔട്ട്സോഴ്സിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15-ാമത്തത് സി ആണ്. ഓപ്ഷൻ സി 1ഉം 2ഉം ആണ്. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ ആൻഡ് കുറഞ്ഞ വേതന നിരക്ക്. പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കാർഷിക രംഗത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ദേശീയ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക്, വ്യവസായികവൽക്കരണത്തിന്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂല കാരണം. ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ കൊടുത്തിരിക്കുന്നത് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്നിട്ടാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്?
പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യതുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം സഹായ പദ്ധതിയുടെ ലക്ഷ്യം. നീതി ആയോഗ് ചുമതലകളിൽ പെടാത്തത്, നീതി ആയോഗ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്, ഉൾപ്പെടാത്തത്. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, വിദഗ്ധ ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? മുദ്ര പദ്ധതി. ഓപ്ഷൻ എ, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് മുദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. താഴെ പറയുന്നതിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും എന്നിട്ടാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, ഇവർക്ക് എല്ലാവർക്കും ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 51A ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസില് പാർട്ട് 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മൗലിക 21 മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? പാർട്ട് 3A ആണോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 4A അല്ലേ? 12 മൗലിക കർത്തവ്യങ്ങൾ ഉണ്ട്. ഇത് ആൻസർ തെറ്റായിട്ട് വരും. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. 21 ഇവിടെ PSC കൊടുത്തിരിക്കുന്നത് എ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 51A ഒന്നാമത്തത് ശരിയായിട്ടുള്ള പ്രസ്താവന ആകപ്പാടെ ഏത് മാത്രമേ ഉള്ളൂ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് അത് മാത്രമേ ഉള്ളൂ. എത്ര മൗലിക കടമകളാണോ ഉള്ളത്? ടോട്ടല് 11. ഓക്കെ. ഇപ്പൊ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ എന്നിവർ അതിന്റെ ചെയർമാൻ ആയിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. 2, 3 ആണ് ഇവിടുത്തെ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏത്? only 2 and 3. അമേരിക്കൻ ഭരണഘടന നിർദ്ദേശകത്വമല്ല, മൗലിക അവകാശങ്ങളുണ്ട്, നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. സോ 2, 3 ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടന 24B. കേവല ഭൂരിപക്ഷ സമ്പ്രദായം ആൻഡ് നിയമനിർമ്മാണ പ്രക്രിയ ഇവയെല്ലാം എവിടെ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നിട്ടാണ്. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 1 and 3 ആണ്. 1 and 3. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കാനുള്ള, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അതിനകത്തല്ല ഉൾപ്പെടും. അടുത്ത ക്വസ്റ്റ്യന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? 26D. only 1 and 2 ആണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങള്, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 26D ആണ്. only 1 and 2 എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ്. only 1 and 3 ആണ് വന്നിരിക്കുന്നത്. ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. 3. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയും ആണ്. അപ്പം അതും ഓൾറെഡി വിവരിക്കുവാണ്. സൂക്ഷിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ 27A. അടുത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷന്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്ക് തുല്യ അധികാരമാണ് ഉള്ളത്. 28. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. അടുത്തത്,
ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന. ഈ ഒരു ചോദ്യപേപ്പറിനകത്ത് ഒരു 12ഓളം ചോദ്യങ്ങൾ ഭരണഘടന റിലേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന 29 ഡി. only 1 and 2. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷ. കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. രാഷ്ട്രപതി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ദ്രൗപദി മുർമു. അതിന്റെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഉപരാഷ്ട്രപതിയുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷനാണ്. 1 and 2. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട്. അവിടുത്തെ കൗൺസിലിന്റെ ഒക്കെ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? only 1 and 3. പഞ്ചായത്ത് രാജ് സമ്പ്രദായം. ഓക്കെ. 3. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നുണ്ട്. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതിയല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 74ാം ഭേദഗതിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി ലെവൽസ് പ്രിലിംസിന് വന്നിരിക്കുന്ന ചോദ്യമാണ്. സോ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയും പരീക്ഷ ഉള്ളവർ ആ രീതിയിലുള്ള ചോദ്യങ്ങളോടൊന്ന് അത്യാവശ്യം ആ GK ഏരിയാസ് ഒന്ന് കവർ ചെയ്യണം. 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകണം. പിന്നെ ഖാദി ബോർഡിന് കൂടുതലും ആ ഒരു ക്വസ്റ്റ്യൻസ് ഓറിയന്റ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ഏറെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റതിനകത്തും ഒരു ഏകദേശം ഒരു 5-6 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓൾറെഡി കേരള PSC ഡിഗ്രി ലെവൽസിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ കണക്റ്റഡ് ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന സി. ഓൾ ഓഫ് ദ എബോവ്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് രൂപീകരിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേകത ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. 32. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഡി. only 1 and 2. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വം ഇല്ല. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 33 A. only 1 and 3. 1 and 3. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ തലവൻ ഗവർണറാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏത്? 34 C. ശരീര താപനില നിയന്ത്രിക്കുക. താഴെ പറയുന്ന കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? കാൽസ്യം. ഓസ്റ്റിയോപോറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏത്? മഴക്കാടുകൾ. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്. ജനിതക എഡിറ്റിംഗ്. ക്രിസ്പർ കാസ്9. 38 B. ക്യാൻസർ ചികിത്സ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി ആണ്. ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? 41 D. ജനീവ. ലോകാരോഗ്യ സംഘടന സ്വിറ്റ്സർലൻഡിലേക്ക്. അടുത്തത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി 1 and 3. പരമാവധി ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആണ്. അപ്പം ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം വളരെ കുറവാണ് എന്നിട്ടാണ്. H ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം. കഴിഞ്ഞ പ്രാവശ്യം അത് കണക്റ്റഡ് ആണ്. കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി റിലേറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത്. ഇവിടെ ഇത് രണ്ടിനും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 1:1 എന്നിട്ടുള്ള രീതിയിലാണ്.
h ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:1 എന്നുള്ള രീതിയിലാണ് അതിന്റെ അനുപാതം. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ശബ്ദ തരംഗങ്ങൾ എന്നിട്ടുള്ളത് അത് ഒന്നുകൂടെ നിങ്ങൾ കണക്റ്റഡ് പഠിക്കുന്ന സമയത്ത് ആ സരിഗമ പദനിസയുടെ ആ ഒരു ഫ്രീക്വൻസി ഒക്കെ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ട് പോകണം. പിന്നെ വവ്വാലം അങ്ങനെയൊക്കെ ഉള്ളതിന്റെയൊക്കെ പഠിക്കണം. കാര്യം ആ ഒരു ചാപ്റ്ററിലോട്ട് PSC ഇപ്പം കയറിയിട്ടുണ്ട്. ഓപ്ഷൻ എ, അതായത് 2 ആദ്യം വന്നിരിക്കുന്ന വായുവിലാം, ദെൻ അതിനുശേഷം ശുദ്ധജലത്തില്, ദെൻ സമുദ്രജലത്തിൽ. അങ്ങനെയാണ് ശബ്ദതരങ്ങൾ. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. ഇന്ത്യയുടെ സൗരമിഷനായ L1 കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു. ആദിത്യ L1 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഡി, 1%. മീൻസ് അതിന് കണക്റ്റഡ് ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലാത്തത് ഏത്? രണ്ടാമത്തത് NLCIL, സൗരോർജ്ജ വികസനം. ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് യൂസ് ചെയ്യുന്നത്? സ്പോഞ്ചി അയൺ, അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ, സിങ്ക്. തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിന്. തെറ്റായ പ്രസ്താവനയാണ്, അപ്പൊ അത് തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിന്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവയുടെ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈസെൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക് 49C. അതായത് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായിട്ടുള്ള മൂലകമല്ല ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണ് വ്യത്യാസമായിട്ടിരിക്കുന്നത്? മാസ് നമ്പർ ആണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് ഡിഫറൻസ് വരുന്നത്. സോ മാസ് നമ്പർ ആണ് വേരി ചെയ്യുന്നത്. പ്രോട്ടോൺ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ബാംഗ്ലൂർ. ബ്രെയിൻ ഹെൽത്ത്, ബാംഗ്ലൂർ. ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ? ഏതാണ്? ഡി, പ്രഗ്യാൻ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം ഏത്? മിഴാവ്. 23 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര്? ഭൂതരായർ, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയാണ്. മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്? അത് PYQ റിപ്പീറ്റിംഗ്. 1973. 2023 Under-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏതു രാജ്യമാണ്? ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രിയ AS നാണ്. പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഫിഷിംഗ് ആണ്, ഫിഷിംഗ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൂട്ടർ. ഡാഷ് നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതൊക്കെ IT ഇച്ചിരി ടൈറ്റ് ആയിരുന്നു തോന്നുന്നു. ഡാം ഒരു ഡാഷ് ആണ്. മാൽവെയർ. അടുത്തത്, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഏത്? ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ അതും അവകാശങ്ങളെല്ലാം കൃത്യമായിട്ട് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. 65.
65A ആണ്, 10ാമത്തെ വകുപ്പ് പ്രകാരം. ദേശീയ വനിതാ കമ്മീഷന്റെ ആണ്. അതുപോലെ സംസ്ഥാനത്തിന്റെ ഒന്നും പഠിച്ചു വെക്കണം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്ക് സാധിക്കും? മജിസ്ട്രേറ്റിനാണ്. മജിസ്ട്രേറ്റിന്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. 2ാം വകുപ്പിൽ എന്തിനെ പറ്റി പറയുന്നു? 67D. മുകളിൽ പറഞ്ഞവയെല്ലാം. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം കുറ്റകൃത്യം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ബി, 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. പ്രത്യേക കോടതിയുടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത്. അപ്പൊ അതിന്റെ കണക്റ്റഡ്. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? വയസ്സിന് താഴെയുള്ള. ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ രേഖാ ശർമ്മ. 71. ഇതിനെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാതെ ആൻസർ അങ്ങ് പറഞ്ഞു പോകും. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൊബൈലൊക്കെ ഉള്ളവർക്ക് ഈ പ്രൊഫഷണൽ കീ വന്നാലും നല്ല പാടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. ഓപ്ഷൻ ബി ആണ് 71-ൻ്റെത്. 72-ൻ്റെതാണെങ്കിൽ സി ആണ്. 73 ആണെങ്കിൽ ഡി ആണ്. 74 ബി ആണ്. 75 ബി. 76 സി. 77 ബി. 78 സി. 79 ഡി. 80 ബി. 81 ബി. handkerchief, correct spelling. 81 ബി. A dog in the manager. ഇതും ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. 82 ഡി. enjoying something. Spot error. Although he left home early, but he reached school late. No error. 83. Answer is option B. But he. Although. Pessimistic means 84 B. Exact copy. Naveen said, need I go at once? Change into reported speech. 85 D. Naveen asked if he had to go just then. No, none of the workmen arrived. C. Did they? Leptospirosis. Rat. അതിന്റെ കിട്ടുമായിരിക്കും. നമ്മള് അതിന്റെ ഡിസീസ് വെച്ച് കിട്ടുമ്പം റാറ്റിൻ്റെതാണെന്ന് അറിയാമായിരിക്കും. മേ ബി. Dash bird in hand is worth 2 in dash bush. 88 D. A bird in hand is worth 2 in the bush. He is being accused dash the theft. 89 A. Of. Accused of. 90 C. Everyone concerned has been contacted. Voice ആണ്. Sorry. Change ചെയ്യാൻ വേണ്ടിയിട്ടാ. They have contacted everyone. Everyone concerned has been contacted. Okay, അതും കിട്ടുന്നതാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ വാക്യ പ്രയോഗം ഏത്? 91 സി. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനം ഏത്? സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത്
വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം. 94 ബി. ശാശ്വതം. ഇതിന് മൈനസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. താഴെ പറയുന്നവയിൽ നിലാവ്. നിലാവൊക്കെ ഓൾറെഡി ബി വായിക്കുവാണ്. നിലാവ് 95. ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക. മുഴുവൻ കൊള്ളയടിക്കുക. ശരിയായ പദം ഭഗവത്ഗീത. ബി വായിക്കുവാണ്. ഈ ഓർത്തുവെച്ചാൽ മതി. ഈ ഭായും ഈ ദായും കൂടെ, അതായത് ഇതുപോലെ ഒരുപോലെ ഇരിക്കുന്നതാണല്ലോ, അതാണ് അതിന്റെ ഒരു ഐഡിയ. വിൺതലം ഏതാണ്? വിൺതലം 98. വിൺ പ്ലസ് തലം. തലവേദന. തലയിലെ വേദന. തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? മാലേയം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ നിങ്ങൾക്ക്? അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 75 മീൻസ് നന്നായിട്ട് സൂപ്പറായിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് 75+ സ്കോർ ചെയ്യാൻ പറ്റും, അക്കോർഡിംഗ് ടു മീ ഓൺലി. അതായത് എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ് ഒന്നുമല്ല ഞാൻ ഇത് പറഞ്ഞത്. നന്നായിട്ട് പഠിക്കുന്നവർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഒരു 5-8 ചോദ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാക്സിമം ആണ് ഒരു 8 എന്നൊക്കെ പറഞ്ഞത്. പഠിക്കുന്നവർക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ പിന്നെ തിരുവനന്തപുരം LDസിനേക്കാളും ഒരു കുറച്ചുകൂടെ ഒരു 5-6 ചോദ്യങ്ങളൊക്കെ ഇച്ചിരി ടൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? വീട്ടിലിരുന്ന് എഴുതിയവർക്കായാലും എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് എന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഇവിടെ കമന്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ആൻസറിന്റെ ഇത് മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം കണക്റ്റഡ് പോയിന്റ്സ് നമ്മൾ തിരുവനന്തപുരം LDസിനെയും ഖാദിയുടേതും കണക്റ്റഡ് പോയിന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിന്റെയും ഇനി 31-ാം അതിനുശേഷം നടക്കാൻ പോകുന്ന സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെതും ഒക്ടോബർ 5-ാം തീയതി വരെയുള്ള പരീക്ഷയുടെ കണക്റ്റഡ് പോയിന്റ്സ് നമ്മൾ PDF കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടവരൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. 299 ആണ് പ്രൈസ്. 8078962109 ആണ്. അപ്പം അക്കോർഡിംഗ് ടു മീ ഈ ഒരു ചോദ്യ പേപ്പറിനകത്തും കട്ട് ഓഫ് വന്ന് നിൽക്കുന്നത്, അതായത് എങ്ങനെയാണ് പിള്ളേരുടെ ആ ഒരു റേഞ്ച് നടത്തില്ല. അത്യാവശ്യം കണ്ണൂരൊക്കെ പിള്ളേർ നല്ല രീതിയിൽ പഠിക്കുന്ന പിള്ളേരാണ്. ആ ഒരു റേഞ്ച് വെച്ചിട്ട് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഒരു 60 to 65 റേഞ്ചിൽ വരാവുന്നതാണ്. 60+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആയിരിക്കും. കാര്യം ഓരോ പിള്ളേരും ഏത് രീതിയിലാണ് എന്നിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യേണ്ടതാണ്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഇതിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം ഇടുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ഇതിനെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഇത് കൂടാതെ ആ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഓടിച്ച് ആ GK ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളൊന്ന് നോക്കണം. ഇപ്പൊ ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്ന എന്ത് മാത്രമേ ഉള്ളൂ, എന്താണ് ഒരു ഡയറക്ടറേറ്റിന്റെ കാര്യം ചോദിച്ചിട്ടില്ലേ, അത് മാത്രമേ ഉള്ളൂ. എന്നാലും ഒന്നുകൂടെ നോക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. അല്ലെങ്കിൽ ഈ ചോദ്യ പേപ്പറുകളൊക്കെ കാണുമ്പോൾ ചിലർക്കും പഠിച്ച് പലതും അങ്ങ് മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. കൂടുതൽ പഠിക്കുന്നതിലല്ല കാര്യം, കൃത്യമായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ വീണ്ടും നമ്മളുടെ ഓൾഡ് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സംഭവങ്ങളെല്ലാം ആലോചിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലർക്കും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതി പരിശീലിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് എവിടെയൊക്കെയാണ് മാർക്ക് പോകുന്നത്, എവിടെയൊക്കെയാണ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് നമ്മളുടെ വീക്ക് ഏരിയ എന്ന് നമ്മൾക്ക് മനസ്സിലാവും. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾക്ക് ഡെവലപ്മെന്റ് വേണമെങ്കിൽ നമ്മൾ സെൽഫായിട്ട് റീവർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചാലും നമുക്ക് പറ്റത്തുള്ളൂ. സോ അതിന് സമയം പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ തന്നെ ഭാവി പോകും. അത്രമേ ഉള്ളൂ. സോ നിങ്ങൾ PSC ചോദിച്ചിരിക്കുന്ന ചോദ്യ പേപ്പറുകൾ നേരത്തെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് സ്വന്തമായിട്ട് എഴുതി നോക്കണം. കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന തോന്നും, പക്ഷെ ആൻസർ കീ വരുമ്പോൾ വേറെ രീതിയിൽ വരും. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ബോധത്തിലാണ് പലർക്കും നമ്മൾക്ക് വെളിയിലിരുന്ന് പെർഫോം ചെയ്യാൻ പറ്റും, ഉള്ളിലേക്ക് കയറുമ്പോൾ ആ രീതിയിലേക്ക് വരാത്തതിന്റെ റീസൺ എന്താണ്? പരീക്ഷാ ഹാളിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഉള്ള അനുഭവം ഇല്ല. ആ ഒരു സീൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം ആ ഒരു ടെൻഷൻസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇന്ന് ശരിയാവും നാളെ ശരിയാകും എന്ന് പരീക്ഷാ ഹാളിലെ ആ ടെൻഷൻസ് മാനേജ് ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യത്തില്ല, ഈ ക്വസ്റ്റ്യൻ പലതും അവിടെ വെച്ച് വായിക്കാൻ തോന്നില്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അന്നേരം കിട്ടാത്ത ആൻസർ പലതും ഇപ്പൊ കിട്ടും. അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് പരീക്ഷാ ഹാളിൽ പലരുടെയും മാർക്ക് കുറയുന്നതിന്റെ പലരുടെ അല്ല 90% ആൾക്കാരുടെയും മാർക്ക് കുറയുന്നതിന്റെ റീസൺ. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല,
ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ള രീതിയിൽ വായിക്കാനുള്ള മാനസികാവസ്ഥ അവിടെ വെച്ചില്ല. അത്രേ ഉള്ളൂ കാര്യം. ഈവൻ നിങ്ങൾക്ക് ഒത്തിരി മൈനസ് വന്നിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് പ്രശ്നം. ആ മൈനസ് നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലേക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് റിയാലിറ്റി. റിയാലിറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, വെറുതെ നമ്മൾ കുറ്റം പറയാതെ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് റീവർക്ക് ചെയ്യുക. നമ്മളൊക്കെ എവിടെയാണ് പിഴച്ചത് അതിനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ആ ഉള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. ഒരടിയെങ്കിലും ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് വെച്ച് പോകണം. അതിന് കൃത്യമായിട്ട് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യവും അവിടെ നമുക്ക് ഇമ്പ്രൂവ് ആവത്തില്ല. നമുക്ക് മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു തോന്നലുണ്ടാവും, നമ്മൾ ഇമ്പ്രൂവ് ആണ്, നമ്മൾ കുറെ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് കൃത്യമായിട്ട് ഈ 4 ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പം കൃത്യമായിട്ട് നമുക്കത് ചെയ്തു പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമേ പരീക്ഷാ ഹാളിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും നിർദ്ദേശങ്ങളെല്ലാം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇവിടെ കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.